ഹലോ ഗൈസ്. ആ ഞാൻ നോക്കുമ്പോൾ തട്ടാന്മാരെ ട്രോളി കൊണ്ട് ഒരു ട്രോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. എജാതി ട്രോള്. എന്തിനാ ഇപ്പം തട്ടന്മാരെ ട്രോളുന്ന് നോക്കുമ്പോൾ കഥ എന്തുവെന്നറിയാം. ലൂർദ് മാതാ പള്ളിയിലും കണ്ട കൊണ്ട് കൊടുത്ത് നമ്മുടെ അണ്ണൻ ഗോപി എന്തുട്ട് ഗാബി പേര് പോലെ തന്നെ ഒരു സുന കൊണ്ട് കൊടുത്തു. ഒരു കിരീടം കൊണ്ട് വെച്ച ഉടനെ തന്നെ മാതാവ് പറഞ്ഞ ജയിച്ചു പോടാ നിന്റെ കിരീടവും ചെങ്കോലും ഈ മേലെ ഈ സാധനം കൊണ്ട് കണ്ടുവരുന്നവൻ ഒരൊറ്റ ഏറി. കാര്യം പ്രതിമയാണെങ്കിലും മാതാവിന് നല്ല ശക്തിയുണ്ടെന്ന് മാതാവ് ആ ഒരൊറ്റ കാര്യത്തിൽ തെളിയിച്ചു. അച്ചായന്മാരുടെ കയ്യിൽ, അത് തൃശ്ശൂരുള്ള അച്ചായന്മാരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഷിറ്റ് അരിച്ച് നോക്കുക. ഒരു മഞ്ഞ കളർ കണ്ടാൽ അത് ഗോൾഡ് ആണെങ്കിൽ ഒന്ന് അരിച്ച് നോക്കി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് നോക്കുന്ന അച്ചായന്മാരുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കിരീടം. അതും ചെമ്പിനകത്ത് കളറ് പൂശിയിട്ട്. അണ്ണാ ഇത്ര ദാരിദ്ര്യം ഉണ്ടാണ്. ആളുകളെ പറ്റിക്കണമെങ്കിൽ ഇങ്ങനെ പറ്റിക്കണോ? ഞാൻ വിഷയത്തിലേക്ക് വരാം. അല്ല, നിങ്ങൾ ഈ തട്ടാന്മാരെ കളിയാക്കണേ എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തുണ്ട്. ജാതി പറയണേല്ല. ആ വിഭാഗക്കാർ നിങ്ങൾ എന്തെന്ന് ചെയ്തടേ? നിങ്ങൾ പറഞ്ഞാൽ ചെമ്പിനകത്ത് അവർ പെയിൻ്റ് അടിച്ച് തരും. ഇല്ലെങ്കിൽ അവർ സ്വർണ്ണമായിട്ട് തന്നെ തരണം. അതിനകത്ത് തർക്കമേ ഇല്ല. തൃശ്ശൂർ ഒരു ജുവല്ലറി പോയി സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ അത് ഗ്യാരണ്ടീഡാണ്. അതിനകത്ത് വേറെ തർക്കം വേണ്ട. പത്തര മാറ്റി തന്നെയാണ് സമ്മതിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇല്ലല്ലോ അതും കൂടി ആയിരിക്കില്ല. ശ്രീനിവാസൻ്റെ കഥാപാത്രം അഭിനയിച്ച ഒരു അല്പം യോഗ്യതയുള്ളവരാണ്, അല്പം ബോധമുള്ളവരാണ്. ശ്രീനിവാസൻ്റെ കാര്യം വെച്ച് ട്രോളത്തില്ല. ആ കഥ എന്താണെന്ന് പോലും അറിയാത്തവരാണ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ട്രോളുന്നത്. ശ്രീനിവാസ ഒരുത്തിയെ പ്രേമിച്ചു, തേപ്പുകാരിയാണ് പ്രേമിച്ചത്. അത് അവൻ്റെ ഹതഭാഗ്യത. ബട്ട് പ്രേമിച്ചു, പ്രേമം സിൻസിയറായിരുന്നു. കല്യാണം കഴിച്ചാൽ ഈ പെണ്ണ് എൻ്റെ വീട്ടിലോട്ടല്ലേ വരുന്ന. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മുക്കിപ്പണ്ടം മുക്കി കൊടുത്താലും ഒന്നും അറിയാൻ പോകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ മേളിൽ പുള്ളിക്കാരൻ അച്ഛനെ കോപ്പി അടിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇതായിരുന്ന പരിപാടി. ആ കോപ്പി അടിച്ച് അവൾക്കൊരു സ്വർണം കൊടുത്തു. 10 പവനെന്നും പറഞ്ഞു. 10-15 പവൻ കൊണ്ട് കൊടുത്തു. അവൾ മര്യാദ ഉള്ളവളാണെങ്കിൽ ഇത്രയും സ്വർണ്ണമൊക്കെ തന്നാൽ എൻ്റെ ഡീസൻ്റായ കാമുകരെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെയോടും അമ്മയോടും വഴക്കിട്ടെങ്കിലും അവൻ്റെ കൂടെ കല്യാണം കഴിച്ച് പോകണമായിരുന്നു. ചെയ്തോ? ഇല്ല. തേച്ചതും പോരാതെ ഈ സ്വർണം കഴുത്തിൽ നിന്ന് ഊരാതെ തന്നെ ഒന്ന് പ്രസവിക്കുകയും ചെയ്തു. കൊച്ചിൻ്റെ നൂല് കെട്ട് ചടങ്ങ് എല്ലാ സാധനത്തിലും ഈ പറഞ്ഞ പാവപ്പെട്ട കാമുകനെ തേപ്പ് അപമാനമോ ഒക്കെ ചെയ്തിട്ട് ആ പാവപ്പെട്ട വായ തുറന്ന് ഒരു വാക്ക് വായ തുറന്ന് തീരാവുന്ന പ്രശ്നമാണ്. മിണ്ടിയോ ഇല്ല. ഇനി ഇവളുടെ അടുത്ത് ഏറ്റവും അധികം വൈരാഗ്യം ഉണ്ടായിട്ട് പോലും അവളുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ സത്യാവസ്ഥ അയാളോട് രഹസ്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രശ്നമുണ്ടായി അവൻ അകത്ത് പോട്ടെ എന്ന് വരാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അത്രയും നല്ലൊരു മനുഷ്യന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുത്തിട്ട് ട്രോളുന്നത്? അത് ഈ വിഷയം ആ വിഷയം കൂടെ മാച്ചപ്പ് ചെയ്യുന്ന മനുഷ്യന്മാരോട് എന്തോ പറയാം. സത്യത്തിൽ മഹാപശ കേസാണ്. ഏതായാലും കൊള്ളാം. തട്ടാൻ്റെ വിഷയത്തിൽ ഇത് ചൂത്രന്മാരുടെ ഐഡിയയാണ്. അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ചൂത്രന്മാർ കാണിക്കുന്ന ഒരുതരം പ്രത്യേകതരം മാനിപ്പുലേഷനാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അല്ലെണ്ണ നിങ്ങൾ അവിടെ കണ്ട ഒരു വെള്ളിപ്പാത്രം സ്വർണ്ണപാത്രം കണ്ട് കൊടുത്തെന്ന് പറയുന്നത് പാവം കല്യാണം കഴിക്കാത്ത നമ്മളെ പാവം മോദിജി അല്പായുസിൽ പൊയ്ക്കളയൂല്. സംശയിക്കൊന്നും വേണ്ട. ചെമ്പ് പാത്രമാണെങ്കിൽ അതിനകത്തിട്ടുണ്ട്. വില കൂടിയ സാധനമാണ് അതിനകത്തിട്ടിട്ട് കുഴച്ച് കഴിക്കുന്നതെങ്കിലും പ്രശ്നം വയറ്റിനകത്ത് പോയാൽ ഇരുമ്പാണ്. ഇപ്പോൾ ചെമ്പാണെങ്കിലും ഇപ്പോൾ അലൂമിനിയം എന്ത് കുന്താണെങ്കിലും അകത്തേക്ക് പോയാൽ പ്രശ്നമാണ്. ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനം ശരിക്കുള്ള റിയൽ ഗോൾഡും അല്ലെങ്കിൽ അത് വേറെ വല്ലതും വയറിളക്കം. എനിക്ക് സംശയമൊന്നുമില്ല. എന്ത് കുന്തെങ്കിലും ആവട്ടെ. എന്തായാലും കൊള്ളാം. അണ്ണം പറ്റിയ പണിയാണ് ചെയ്തു. എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹവും തോന്നിയായിരുന്നു. മറ്റുള്ള സെലിബ്രിറ്റികളിൽ നിന്ന് വ്യത്യസ്തനായി തൻ്റെ മകളുടെ കല്യാണത്തിൽ മിതത്വം പാലിച്ച അത്രയും നല്ല ഒരു ക്യാരക്ടറെന്നാണ് തോന്നിയത്. അണ്ണ കയ്യിലൊന്നും ഇല്ലായിരുന്നല്ലേ അണ്ണ. അതാണ് ഈ ജയറാം ഇങ്ങനെ പറഞ്ഞത്. സ്വർണം വാങ്ങിക്കാൻ പോലും 10 പൈസയില്ല, ഇങ്ങനെ നടക്കുകയാണെന്ന്. അല്ലണ്ണ എവിടെയും നോക്കിയാലും വിളിച്ചു പറയല്ലണ്ണ ഞാൻ എന്താ പൈസ കൊടുക്കണം, ഞാൻ എന്താ പൈസ കൊടുക്കണം. അണ്ണ രാഷ്ട്രീയം അണ്ണ രാഷ്ട്രീയം പറഞ്ഞാൽ അണ്ണൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അണ്ണ ഇതൊരുമാതിരി അങ്ങും താങ്ങി ഇങ്ങും താങ്ങി ഈ 2 വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര ബോറ. ഉള്ളവൻ കൊടുക്കട്ടെ. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായാൽ പോരെ. ഈ ജന്മത്തിൽ ബ്രാഹ്മണ്യമൊക്കെ വരിച്ച് ഇങ്ങനെ ഉദാര മനസ്കതയൊക്കെ കാണിച്ച് തോട്ടിലോട്ട് വീഴണോ? എന്തൊരു അല്ലേ. ഈ ഗുരുവായൂരപ്പനെ കാണാൻ പോകും. എന്നാൽ അവിടെ ചെല്ലുമ്പം ആരെങ്കിലും അണ്ണനെ തൊഴുതുകൊണ്ട് വന്നാൽ അണ്ണൻ പറയേണ്ട കാര്യം എന്താണ്? എൻ്റെ കയ്യിൽ ഒരു വള്ളി നിക്കറിയും ഞാനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചുമ്മാ ഇതൊക്കെ നമ്മളൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്, സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് ഓടി കുത്തിക്കയറി ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് കായൊന്നും ചോദിക്കരുതെന്ന് തുറന്ന് പറഞ്ഞാൽ ഒരു പെങ്കൊച്ചങ്ങ് പോകത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിനെന്തോ അസുഖം. ഈ അസുഖത്തിന് എന്തെങ്കിലും പൈസ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്നൊന്ന് ചോദിച്ചു പോയി പാവപ്പെട്ടോൾ. ഇങ്ങനെ ഭയങ്കര പ്രഹസനമാണല്ലോ. എല്ലായിടത്തും പറയും ഞാൻ ഭയങ്കര ദ്വാരമതിയാണ്, ഞാൻ വീട് തേടിപ്പോയി 15 വർഷങ്ങൾക്ക് ഇപ്പുറവും വീട് തേടിപ്പോയി കാശ് കൊടുക്കും, അവർക്ക് വീട് വെച്ച് കൊടുക്കും, ഇവർക്ക് കക്കൂസ് വെച്ച് കൊടുക്കും, അവർക്ക് അത് വെച്ച് കൊടുക്കും, ഇവർക്കിത് ഇങ്ങനെ അങ്ങോട്ട് ഇതിങ്ങനെ പറച്ചിലാണല്ലോ.
ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ്. ഒരു പാവപ്പെട്ട കൊച്ചിൻ്റെ ചികിത്സാർത്ഥം ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, യൂട്യൂബറെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ ഒക്കത്തില്ല, അത് പേടിയാണ് എനിക്ക്. എന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ കൊച്ചിനെ ഒന്ന് തഴുകി തടവി വിട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഏത് പെണ്ണിനെ കണ്ടാലും ഒരു ഞെട്ടലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പോയില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ചോദിക്കാനായിട്ട് ആരും അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകേണ്ട. അങ്ങനെ ഒരു പൂച്ച കൂടെയില്ല. ഇതൊക്കെ ഒരു പടമാണ്. കയറി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് മറിച്ച് തരുമെന്ന്. അതിൽ മോദിയെണ്ണം തള്ളി മറിച്ചങ്ങ് ഇട്ടില്ലേ, 15 ലക്ഷം രൂപ നാളെ രാവിലെ നിങ്ങൾ അക്കൗണ്ടിൽ വരും എന്നൊക്കെ പറഞ്ഞു. അവസാനം 15 ലക്ഷം രൂപ പോരാനും 30 ലക്ഷം രൂപ കടമെടുത്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അങ്ങേര്. അതിൻ്റെ മറുപിറവിയായിരിക്കും ഇങ്ങേര്. ഒത്തിരി അങ്ങ് പൊക്കി അങ്ങ് ആകാശത്തോട്ട് എത്തിക്കല്ലേ. അയ്യോ, ഒന്നും പറയില്ല. എന്നാലും എൻ്റെ ശിവനെ ഞാൻ സത്യമായിട്ട് അപ്രീസിയേറ്റ് ചെയ്യുന്നു. എല്ലാവരെയും പറ്റിക്കാൻ പറ്റും, ദൈവത്തിനെയും പറ്റിക്കാൻ പറ്റുമെന്ന് അണ്ണനീന്ന് പഠിക്കണം. എന്തൊരിത്. മാതാവിൻ്റെ അടുത്ത് കയറി കളിക്കണ്ട കേട്ടാ. മാതാവ് ആരാന്ന് മനസ്സിലായ? ആർക്കും മനസ്സിലാവാത്ത കാര്യം മാതാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് മാതാവ് വെച്ചപ്പോൾ തന്നെ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ പറ്റൂ? കൈകാലും വേണ്ടായോ? അത് പിടിച്ച് വെച്ച് വെട്ടിയിരി പ്രതിമയില്ലേ, ഒക്കത്തില്ലല്ലോ. പക്ഷേ പ്രതികരിച്ചില്ലേ? അതാണ് മാതാവ്. മാതാവിൻ്റെ ശക്തിയെ നീ ചോദ്യം ചെയ്യരുത്. അതാണ് എനിക്കിതിനകത്ത് നിന്ന് പഠിച്ച പാഠം. മേൽക്കൊണ്ട് മാതാവിൻ്റെ കൂടെ കളിക്കരുത് എന്നുള്ളത് മൊത്തത്തിൽ പൊളിയിലാക്കി തന്നില്ലേ. എന്തായാലും മോദി എണ്ണന് ഈ ഭാഷ മനസ്സിലാവുമല്ലോ. ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തരാം. ആ ബൊഹത്ത് അച്ചാഹെ മേരി പ്യാരി ദരിദ്രവാസിയോ എന്നും വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് ഈ താരത്തിൽ വെച്ച് തിന്നുന്നത് അങ്ങ് നിർത്തിയേരാ കേട്ടോ. അത് മറ്റതാ, മുക്ക്. മോക്ക് കൊടുത്തത് മുക്കാണോ? എന്തായാലും കൊള്ളാം. ഒരുപാടൊന്നും വാരി വലിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അവർ തൂക്കിയൊന്നും നോക്കത്തില്ല. ഉള്ളത് ചിരിപ്പൂലല്ലേ കൊടുത്തോളൂ. സമ്മതിച്ച്. ഒരുപാട് മുക്ക് പണ്ടൊന്നും ഇട്ട് കെട്ടിച്ചില്ലല്ലോ. കുഴപ്പമില്ല. മാനേജബിൾ, ഇറ്റ് ഈസ് ഓക്കെ. എന്നാലും എൻ്റെ അടിമ ഗോവി അണ്ണൻ്റെ പേര് പോലെ തന്നെ കണ്ണൻ കൊടുത്ത സാധനങ്ങളും ഗോവിന്ദ. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാരൻ, ഇതാകണം രാഷ്ട്രീയക്കാരൻ, ഇതാവണമടാ രാഷ്ട്രീയക്കാരൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതെ. കാശ് കൊടുക്കാതെ കൈ നനയാതെ പൊത്തയെ പിടിക്കുക, അത് സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. നടന്നു. എന്തായാലും ദൈവത്തിൻ്റെ അടുത്തൊക്കെ പോയി കളിക്കുമ്പോൾ ഒരല്പം ഒരു ഉള്ളാളാണ്. ഗുരുവായൂരപ്പനെ പിടിച്ചിട്ടുണ്ട്. എന്തെന്നാണ് ഗുരുവായൂരപ്പനെ പറ്റിക്കാനുള്ള ഒന്നും ഉണ്ടാവത്തില്ല. നമ്മളിനി ദൈവത്തിനെ ഒന്നും പറയുന്നില്ല, വെറുതെ എന്തിനാണ്. എന്നാലും എൻ്റെ അടിമയെണ്ണ ഇജാതി. അയ്യേ, നിങ്ങളൊന്നും കൊടുത്തില്ലെന്നും പറഞ്ഞാൽ ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ഒരു MLA ആവുകയോ MP ആവുകയോ മിനിസ്റ്റർ ആവുകയോ ഒക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയം പറയൂ, നാട്ടിൽ നന്മ ചെയ്യൂ. കാശ് കൊടുത്തല്ല, അവർക്ക് വേണ്ട നീതി നേടിക്കൊടുക്കാൻ സംസാരിച്ചാൽ മാത്രം മതിയാകും. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആർക്കും ഒന്നും കൊടുക്കാൻ പറയുന്നില്ല. നിങ്ങളെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരുന്നു, അസുഖമാണ് കുഞ്ഞിനെ, മരുന്ന് വാങ്ങിക്കാൻ ക്യാഷ്. നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതല്ലേ മാനേഴ്സ്? അത് ഒരു പോസ്റ്റായിട്ട് ഞാൻ കണ്ടിരുന്നു. ഗോവിന്ദൻ മാഷോട് പോയി ചോദിക്കാൻ. ഞാൻ ഗോവിന്ദൻ്റെ അടുത്ത, ശങ്കരൻ്റെ അടുത്ത, കോമതിയുടെ അടുത്തൊക്കെ അവർ പോയി ചോദിച്ചോളും. അതൊക്കെ അവരുടെ കാര്യം. ആ പറച്ചിൽ തന്നെ റോങ് അല്ലേ? ആകെ മൊത്തത്തിൽ നിങ്ങളൊരു പൊളിറ്റീഷ്യനായിട്ട് നിൽക്കുന്നത് ഏറ്റവും വലിയ അപജയമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ബോറായിപ്പോയി കേട്ടോ, വെറും ബോറായിപ്പോയി, ബോറായിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ കാണുന്നവർക്കാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.